ഹലോ, ഇൻസ്റ്റഗ്രാമിലെ റീൽസിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ മോൻ്റെ 8th ബർത്ത്ഡേക്ക് ഞാൻ ചെയ്തൊരു കേക്കാണ് കേട്ടോ ഇത്. താഴത്തെ ടയർ ചെയ്യാനായിട്ട് 8 ഇഞ്ചിൻ്റെ കുറച്ച് ഹൈറ്റുള്ള ഡമ്മിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. പോലെ ഡമ്മി കേക്ക് യൂസ് ചെയ്യുമ്പോൾ ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ചിട്ട് റാപ്പ് ചെയ്യണത് നല്ലതാണ്. പക്ഷെ നമ്മളിതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത കാരണം നമുക്ക് റാപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാത്തത്. 10 ഇഞ്ചിൻ്റെ ബേസ് എടുത്ത് ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഡമ്മി കേക്ക് നമുക്കതിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. നോർമൽ കേക്ക് പോലെ തന്നെ നമുക്ക് ഈ ഒരു ഡമ്മി കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. മുകളിൽ വെക്കാനായിട്ട് 5 ഇഞ്ചിൻ്റെ പാനിൽ ഞാനൊരു 1/2 kg കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മുകളിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. സ്പൈഡർമാൻ്റെ തീമിൽ ചെയ്തെടുക്കുന്ന കാരണം നമുക്ക് സ്പൈഡറിൻ്റെ വെബൊക്കെ ചോക്ലേറ്റ് ഗനാഷ് ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുക്കാം. ഒരുപാട് ട്രാവലൊക്കെ ചെയ്തിട്ട് കൊടുക്കാനുള്ള കേക്കുകളാണെങ്കിൽ മുകളിലത്തെ കേക്ക് സ്റ്റാക്ക് ചെയ്തതിന് ശേഷം ഒരു വുഡൻ്റെ സ്റ്റിക്ക് നമുക്ക് അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അളവിലല്ലാതെ താഴെ 9 ഇഞ്ചും മുകളിൽ 7 ഇഞ്ചും അല്ലെങ്കിൽ താഴെ 10 ഇഞ്ചും മുകളിൽ 8 ഇഞ്ചും അങ്ങനെ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് പല അളവിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഡമ്മി കേക്കിൽ നമ്മൾ ആ ഹോൾ ഇട്ടിരിക്കുന്ന ഭാഗത്ത് വെക്കാനുള്ള 3 ഇഞ്ചിൽ ചെയ്തെടുത്തൊരു കേക്കാണ് ഇട്ടത്. നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുന്ന ആ ഹോളിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഈ ഒരു കേക്കിൻ്റെ സൈസ് കൂടി ഡിഫറെൻ്റ് ആക്കിയാൽ മതി കേട്ടോ. ഈ ഒരു ചെറിയ കേക്ക് വയ്ക്കാൻ ഞാൻ വേറൊരു കേക്ക് ബോർഡ് കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ത്രെഡ് കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് വലിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ട് വരാം. ബൈ.